ഒരു പശുവിനെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് അത്യാവശ്യം നല്ല ആഴമുള്ളൊരു കിണറായിരുന്നു. കിണറിൽ നമ്മുടെ ആ ഒരു പരിസരത്ത്, അതായത് പയ്യന്നൂർ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ പശു കിണറിൽ വീഴുന്നൊരു സംഭവം. പക്ഷെ ഇങ്ങോട്ടൊക്കെ കുറവായിരിക്കാനാണ് സാധ്യത. അപ്പം അങ്ങനെ ഈ പശുവിനെ എടുക്കാൻ വേണ്ടി, അതും നല്ല ആഴമുള്ള കിണറായിരിക്കും. ശരി. അപ്പോൾ ഈ പശുവിനെ എടുക്കാൻ വേണ്ടി ഇറങ്ങി, നമ്മൾ 2 പേരാണ് ഇറങ്ങിയിട്ട് പശുവിനെ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പശു ഓടാൻ തുടങ്ങി. കിണറാണല്ലോ, ഇത് വട്ടത്തിൽ ഓടാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇറങ്ങിയ ഒരു റോപ്പിലാണ്. അപ്പോൾ ഈ റോപ്പ് ഇതിനനുസരിച്ച് കറങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ 2 പേരെയും ചുറ്റിപ്പോയി ഈ റോപ്പ്. അപ്പോൾ നമുക്ക് ഈ പശു നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് മാറാതിരിക്കാനും പറ്റുന്നില്ല. പക്ഷെ മാറുന്ന സമയത്ത് ഇത് കൂടുതൽ ടൈറ്റാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നല്ല ടൈറ്റായി. ഞാൻ വിചാരിച്ചു ഏകദേശം തീർന്നു എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ മുകളിലേക്ക് വലിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇവർ റോപ്പ് മേലേക്ക് വലിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയിട്ടാണ് പശുവിനെ എടുക്കുന്നത്, റെസ്ക്യൂ ചെയ്തത്. അത് ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ടൈറ്റായിട്ട് ശ്വാസം കിട്ടാതെ പോയേനെ. അപ്പം അതാണ് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു സംഭവം. അപ്പം നമ്മളെ ഇപ്പം പശുവാണെങ്കിൽ കൂടി നമ്മൾ അതിനെ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. പിന്നെ നമ്മുടെ 100% ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ആത്മാർത്ഥമായിട്ട് ജീവൻ വെച്ച് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണല്ലോ. ഇറ്റ്സ് ദ പാർട്ട് ഓഫ് ദ ഗെയിം. മനുഷ്യരാകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ സഹകരിക്കും, കാരണം അവർക്ക് അറിയാമല്ലോ നമ്മൾ രക്ഷിക്കാനാണ് വന്നിട്ടില്ല. പക്ഷെ മൃഗങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്.